കുളിച്ച് സുന്ദരന്മാരായിട്ടുള്ള കരിവീരന്മാർ തയ്യാർ. ആലോട്ടവും വെഞ്ചാമരവും എല്ലാം തയ്യാറാക്കിയത്. ഇനി നെറ്റിപ്പട്ടം ചൂടി ഗജകേസരിമാർ ഏകാദശി വിളക്കിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ഒരു ഒരുക്കമാണ് കാണുന്നത്. എത്ര സുന്ദരമാണ് തലയെടുപ്പുള്ള കരിവീരന്മാരുടെ ആ നെറ്റിപ്പട്ടം ചൂടി നിൽക്കുന്നത് കാണാനായിട്ട്. ഈ വർഷത്തെ തൃപ്രയർ ഏകാദശി 2025 രാത്രികാല തൃപ്രയർ ഏകാദശിയുടെ ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കുടകൾ റെഡിയാണ്, ഒപ്പം തന്നെ കരിവീരന്മാർ റെഡിയാണ്. നെറ്റിപ്പട്ടം ചൂടി 7 അഴകിൽ ഈ കരിവീരന്മാർ ഇനി ഏകാദശിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് രാത്രികാല ഏകാദശിയുടെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ജനങ്ങളെത്തിയിരുന്നു, ഭക്തജനങ്ങളെത്തിയിരുന്നു. ഈ പറഞ്ഞ പോലെ കരിവീരന്മാരെ കാണാനായിട്ട് ജനങ്ങളിങ്ങനെ തടിച്ചു കൂടുകയും ചെയ്തു. ചുറ്റുമുള്ള കാഴ്ചകൾ മനോഹരമാണ്. ഏകാദശി വിളക്ക് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചിന്തുപാട്ടുകളും ഒപ്പം തന്നെ ശാസ്താംപാട്ടൊക്കെ നടക്കുന്നുണ്ട്. കരിവീരന്മാരങ്ങനെ നെറ്റിപ്പട്ടം ചൂടിക നിരനിരയായിട്ട് ഇനി ഏകാദശിയുടെ ആ ഒരു എഴുന്നള്ളിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും വലുതുമായിട്ടുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇത്. ഇവിടുത്തെ വിഗ്രഹത്തിനും പ്രത്യേകതയുണ്ട്. ദ്വാരകയിലെ വിഗ്രഹം, ഈ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമി വിഗ്രഹം ദ്വാരകായുഗത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണിത്. ഇനിയും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ വർഷങ്ങളിലേക്ക്, പഴയ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദ്രാവിഡ ക്ഷേത്രം, ആര്യന്മാരുടെ ആഗമനത്തിന് തൊട്ടു മുന്നേ ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു എന്ന ഇവിടെ ശാസ്താവായിരുന്നുവെന്നും, അതായത് അയ്യപ്പൻ ആദ്യ പ്രതിഷ്ഠയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ശാസ്താവിന് ഇന്നും ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പൂജകളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. തൃപ്രയാർ ഏകാദശിക്ക് വന്നു കഴിഞ്ഞാൽ (2025) തൃപ്രയാർ ഏകാദശിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ ആറട്ടൂർ പൂരം, പ്രസിദ്ധമായിട്ടുള്ള ആറട്ടൂർ പൂരത്തിന് തൃപ്രയാർ തേവർ നായകത്വം വഹിക്കുന്നുവെന്നാണ് പറയുന്നത്. രാത്രികാലത്തെ ഏകാദശി എഴുന്നള്ളിപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഗജവീരന്മാരെ നെറ്റിപ്പണ്ടൊക്കെ അണിയിച്ച് സുന്ദരന്മാരാക്കി ഇങ്ങനെ ആ ഒരു തട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം വൈകുന്നേരങ്ങളും വളരെയധികം കൂടുതലാണ്. കാരണം രാത്രികാല എഴുന്നള്ളിപ്പും കാണാൻ വളരെ മനോഹരമാണ്. ഇനി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഒരു ഭാവം ചക്രവർത്തി രൂപത്തിലാണ്. ക്ഷേത്രത്തിനകത്തെ എഴുന്നള്ളിപ്പും കൂട്ടെഴുന്നള്ളിപ്പൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട്. തിക്കും തിരക്കാണ് പുറത്തും. പറഞ്ഞ പോലെ വിനോദ പരിപാടികളൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട് എല്ലാ വർഷത്തിലും. എന്തായാലും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏകാദശി വിളക്കിനെത്തുന്ന എല്ലാവർക്കും പുറത്ത് നിരവധി പ്രത്യേകതകൾ കാത്തിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കാർണിവൽ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ശ്രീരാമസ്വാമിയുടെ ആ ഒരു സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. യന്ത്രൂഞ്ഞാലുകൾ, ഒപ്പം തന്നെ മരണക്കിണർ, ഇതൊക്കെ എല്ലാ വർഷങ്ങളിലും പൊതുവെ ഉണ്ടാവാറുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉത്സവപ്പറമ്പുകളിൽ ഈ ഒരു കാര്യത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് വിനോദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, അതായത് കുറച്ച് സമയം നമ്മൾ ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള വിനോദ പരിപാടികളും കൂടി ഏർപ്പെടാറുണ്ട്. സോ അങ്ങനെ യന്ത്രൂഞ്ഞാലിൻ്റെ കാഴ്ചകളും അങ്ങനെ തന്നെ അവിടെ കുറച്ച് നല്ല ചായക്കടകളും, അപ്പം തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരികെ വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഏകാദശി എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് വന്നപ്പോൾ.
പ്രദർശനം കാണാൻ എഴുന്നള്ളിപ്പിന് ശേഷം രൗദ്രഭാവത്തിലുള്ള ചക്രവർത്തി രൂപത്തിലാണ് ശ്രീരാമസ്വാമി കൂടിക്കൊള്ളുന്നത്. ഈയൊരു രൂപത്തിലുള്ള ശ്രീരാമസ്വാമി പ്രതിഷ്ഠ വളരെ അപൂർവമായിട്ടുള്ളതാണ്. ത്രിമൂർത്തി ചൈതന്യം, അതുപോലെ ശ്രീരാമ പ്രതിഷ്ഠയിലും അതുപോലെ തന്നെ ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ശക്തി ചൈതന്യങ്ങളും ഇവിടെ കൂടിക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. സഹപ്രതിഷ്ഠകളായിട്ട് ശ്രീരാമസ്വാമിക്ക് ഒപ്പം ശ്രീ ഭഗവതിയും ഭൂമിദേവിയും തുല്യ പ്രാധാന്യത്തോടുകൂടി കൂടിക്കൊള്ളുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അന്ന് പ്രളയത്തിൽ, അതായത് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരകയിൽ പ്രളയത്തിൽ മുങ്ങിയതിന് ശേഷം ഈയൊരു ദിവ്യ വിഗ്രഹം മറ്റ് 3 ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളും കടലിൽ ഒഴുകി നടന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വിഗ്രഹം കലിയുഗത്തിൽ കേരളത്തിലെ ചീറ്റുവ തുറമുഖത്തിന് അടുത്ത് ഒരു മുക്കുവന് വലയിൽ ലഭിക്കുകയും നാടുവാഴി നിർദ്ദേശപ്രകാരം പ്രശസ്ത ജ്യോത്സ്യനെ കാണുകയും വിഗ്രഹം ഇപ്പോഴത്തെ സ്ഥലത്ത് ശ്രീരാമ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പ്രശസ്തനായിട്ടുള്ള ജ്യോത്സ്യൻ വാരണം കോട് നമ്പിയായിരുന്നു. അതുപോലെ തന്നെയാണ് നാലമ്പല ദർശനം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക ഭക്തജനങ്ങളും നാലമ്പല ദർശനത്തിനായിട്ട് തൃപ്രാറിലെത്താറുണ്ട് അല്ലേ. അങ്ങനെ ഈ പറഞ്ഞ പോലെ തൃപ്രാർ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ കടലിൽ നിന്ന് ലഭിച്ച 3 വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇതാണ്. അതായത് ഭരതൻ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, ലക്ഷ്മണൻ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, ശത്രുഘ്നൻ പായുമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിങ്ങനെ ഈ ക്ഷേത്രങ്ങളിലേക്ക് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പുണ്യം തേടി വരാറുണ്ട്. എന്തായാലും അമ്പലത്തിൻ്റെ മറ്റ് പ്രത്യേകതകളും വിശേഷങ്ങളും നമുക്ക് അടുത്തറിയാം.